ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്, തക്കാളി ചട്നി. ഇത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റേണ്ടതുണ്ട്. ഒരു 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ പെട്ടെന്ന് ഇത് ആയി വരാനായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം കൂടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം തക്കാളി എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. തക്കാളിയെല്ലാം വെന്ത് നല്ല സോഫ്റ്റായി അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം തുറന്നൊന്ന് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിരുന്നു. പിന്നെ ഇളക്കി നമുക്ക് നന്നായിട്ട് ഇത് തക്കാളിയുടെ ചാറെല്ലാം നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഈ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന ആ ചട്നിയിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതധികം ലൂസിലുള്ള ഒരു ചട്നിയല്ല, നല്ല ഇത്തിരി തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഓയിലിലോട്ട് തന്നെ. ഇത് ഓപ്ഷനിലാണ്, അതിൻ്റെ ടേസ്റ്റും മണവും ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, പക്ഷേ ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇത് നമുക്ക് നമ്മുടെ 2 ചട്നിയിലും ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ തക്കാളി ചട്നി റെഡിയാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.